സവിനയം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആത്മാവ് ആത്മാവ് ആത്മാവ്. താരാട്ട് പാടിയതമ്മ, താലോലം പാട്ടിയതമ്മ, ഞാൻ ഉറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. താരാട്ട് പാടിയതമ്മ, താലോലം പാട്ടിയതമ്മ, ഞാൻ ഉറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. ഞാൻ ഉറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ. പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ. പൊന്നും കുടമായി തന്നെ, പൊന്നും കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. താരാട്ട് പാടിയതമ്മ, താലോലം പാട്ടിയതമ്മ, ഞാൻ ഉറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. ഇന്ന് അമ്മയെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണല്ലോ. അതേടി ഇടി, അമ്മയുടെ അടുത്തെത്തുമ്പോൾ ഞാൻ അറിയാതെ കൊച്ചുകുട്ടിയായി പോകും. അമ്മ എന്നോട് പെരുമാറുന്നതും അതുപോലെ തന്നെ. എത്ര ഞാൻ കഴിച്ചാലും അവസാനം വന്ന് വഴക്കം പറഞ്ഞ് ഒരു ഉരുള കൂടി ഉരുട്ടിത്തരും. അതുകൂടി ഞാൻ കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ കണ്ണ് നിറയും. അതുകൊണ്ട് ഞാൻ അത് കഴിക്കും. എനിക്കറിയില്ല ചേട്ടാ അമ്മയുടെ സ്നേഹം. നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്നത് വരെ നമ്മൾ കുട്ടികളായിരിക്കും. എനിക്കും അമ്മയൊന്ന് കാണണമെന്നുണ്ട് ചേട്ടാ. ഇടി, എല്ലാ പ്രാവശ്യം ഇറങ്ങാൻ നേരവും അമ്മ പറയും, എടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ അവളെയും കൂടി കൊണ്ടുവരണമെന്ന്. ചേട്ടൻ അറിയാമല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ രണ്ടുപേരും കൂടി പോയാൽ ഈ പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ കാര്യം പിന്നെ ആര് നോക്കും ചേട്ടാ? എടി, അമ്മയുടെ ആഗ്രഹം നിന്നെ അറിയിച്ചെന്നേ ഉള്ളൂ. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിച്ചു? ചേട്ടന് അമ്മയെ വലിയ ഇഷ്ടമാണല്ലേ? അതെ, അതിനിപ്പോ എന്താ സംശയം? എന്നെയും ചേട്ടന് ഇഷ്ടമല്ലേ? എടി, ഈ ലോകത്ത് ഞാൻ എന്നേക്കാളും സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് നീയും എൻ്റെ അമ്മയും. അതെനിക്കറിയാം ചേട്ടാ. പിന്നെ എന്താ നിന്റെ സംശയം? അല്ല, ഇതിൽ ആരെയാണ് ചേട്ടന് ഒരു പൊടിയെങ്കിലും കൂടുതൽ ഇഷ്ടം? എന്നെയാണോ അതോ അമ്മയാണോ? അതെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്ന് എനിക്കറിയില്ല. എടി, നാളെ ഞാനൊന്ന് തളർന്നു വീണാൽ നീ എന്നെ നോക്കും. അതെൻ്റെ വിശ്വാസമാണ്. പക്ഷേ എൻ്റെ അമ്മ എന്നെ നോക്കുമെന്നത് ഉറപ്പാണ്. ഉറപ്പ്. ചേട്ടാ, ഞാൻ ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല കേട്ടോ. എങ്കിലും ചേട്ടൻ്റെ മറുപടി കേട്ടപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മുടെ മക്കളും എന്നെ സ്നേഹിക്കുന്നത് ഇതുപോലെ ആയിരിക്കുമല്ലോ. ചേട്ടാ, ഇന്ന് എന്തായാലും അമ്മയെ കാണാൻ ഞാൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പുറത്ത് ചേച്ചിയെ വിളിച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ട് വേഗം വരാം. അത് നന്നായി. എടി, പെട്ടെന്നോ. ഇന്ന് അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. പെട്ടെന്ന് വരണേ. ശരി ചേട്ടാ. ലാ 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 ലാ. മോനെ നന്ദ. അമ്മ, എന്റെ അമ്മയല്ലേ ഈ വിളിച്ചത്? നന്ദ. അമ്മ ഒറ്റയ്ക്ക് വന്ന അമ്മ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു വരുമായിരുന്നല്ലോ അമ്മ. എനിക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളെ ഒക്കെ കാണണമെന്ന് തോന്നി. ഞാൻ ഇങ്ങ് പോകുന്നു മോനെ. അമ്മ എവിടെ പോണമ്മ? ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നു? ആ, ദൈവങ്ങളുടെ അടുത്തേക്ക് തന്നെ, അല്ലാതെ ഇവിടെ. അമ്മ വരണം. ദാ ഇവിടെ ഇരിക്കും. മക്കളെ, ഇങ്ങോട്ട് അടുത്തിരിക്കടാ. നീ എൻ്റെ അടുത്ത് ചേർന്നിരി. നീ എപ്പോഴും പാടുന്ന ആ പാട്ടൊന്ന് പാടിയേ. പാടാം പാടാം. താരാട്ട് പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ, ഞാൻ ഉറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. ഞാൻ ഉറങ്ങണ നേരത്ത് രാവറിയാതിരുന്നത് അമ്മ.
പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നോന്നു വിളിച്ചതമ്മ. പൊന്നും കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. പൊന്നും കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. അല്ല, ആള് കൊള്ളാലോ. അമ്മയെ കാണാൻ പോകാൻ റെഡിയാകാൻ പറഞ്ഞിട്ട് ദേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ? ചേട്ടാ എനിക്ക് അമ്മയെ കാണാൻ പോകണ്ടേ? എടി അമ്മ ഇങ്ങ് വന്നടി. ദാണ്ടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇവിടെ പോയി അമ്മ. ചേട്ടാ ദേ പകൽ കിടന്ന് ഉറങ്ങി സ്വപ്നവും കണ്ടിട്ട് കിറുക്ക് പറയാതെ പെട്ടെന്ന് പോവാം നമുക്ക്. എടി സത്യമായിട്ട് അമ്മ വന്നടി. ഇതാ ഇവിടെ ഇരുന്ന് അമ്മ എൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാടി. അമ്മയുടെ മടിയിൽ കിടന്ന് എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. ഇത് സത്യം. നിന്നാണ് സത്യം, അമ്മയാണ് സത്യം. സോമേ, നീ ആ ഫോൺ ആരാണ് നോക്ക്. ഈ അമ്മ എവിടെ പോയി? ഇത് ചേട്ടാ ഇത് അമ്മയുടെ അയൽപക്കത്തെ ബാലൻ ചേട്ടന്റെ കോളാണല്ലോ. നീ ആ ഫോൺ എടുത്തേ. ഹലോ, നന്ദനാണോ? ബാലേട്ടാ, ഞാൻ സൗമ്യയാണ്. നന്ദനില്ലേ അവിടെ? ഉണ്ട്, അടുത്തുണ്ട്. ഞാൻ സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത്, കേൾക്കുന്നുണ്ട്. വലേട്ട പറയണം, ഞാൻ കേൾക്കുന്നുണ്ട്. നന്ദ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇനി പോരെ. ബസ്സിനൊന്നും വരാൻ നിൽക്കണ്ട, ഒരു കാർ വിളിച്ചിഞ്ഞ് പോരെ. എന്ത് പറ്റി വലേട്ട? എടാ, രാവിലെ മുറ്റത്തൊന്നും അമ്മയെ കാണാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചെന്ന് വിളിച്ചു നോക്കി. എന്നിട്ട് ഒരു മറുപടി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ കതക് തള്ളി തുറന്നു. അമ്മ കട്ടിലെ തന്നെ കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾ വിളിച്ചു നോക്കിയില്ലേ വലേട്ട? വിളിച്ചു, വിളി കേൾക്കുന്നില്ല. നന്ദ, ഭവാനിയമ്മ പോയടാ. അവസാനമായി എന്നെ ഒന്ന് കണ്ട് മടിയിൽ കിടത്തി ഉറക്കിയിട്ടാണല്ലോ അമ്മ നിങ്ങൾ പോയത്. അവസാനമായി എനിക്കും അമ്മയെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോ ചേട്ടൻ പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? നമ്മുടെ അമ്മ ഇവിടെ വന്നിരുന്നു അല്ലേ? അത് നമ്മുടെ അമ്മയുടെ ആത്മാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല. താരാട്ട് പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ. ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ. പൊന്നും കുടമായും തന്നെ പൊന്നും മകൾ നൽകിയതമ്മ. താരാട്ട് പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ. ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നത് അമ്മ. മാതാവിൻ്റെ വേർപാട് താങ്ങാനാവാത്ത ദുഃഖമാണ്. ആ വിടവ് ഒരിക്കലും നികത്താനാവില്ല. എങ്കിലും അമ്മ നൽകിയ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ഓർമ്മകളിലൂടെ അമ്മയുടെ ആത്മാവ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മേ, നീ ഒന്നുകൂടി പിറന്നിടം